അപ്പൊ ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഓരോരാളുടെ മുഖം കാണുമ്പോഴാണ് നമുക്ക് പറയുമ്പോൾ നോക്കും, ആരുടെയെങ്കിലും മുഖം കുറച്ച് ഇഷ്ടമല്ലാന്ന് തോന്നിയാൽ അപ്പം നിർത്താണ്. അങ്ങനെയാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ സാധാരണ നിർത്തുക. അതുകൊണ്ട് 48 മണിക്കൂറൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 48 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. മുമ്പിലിരിക്കുന്ന രണ്ടാളായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ല സന്തോഷമായി, വളരെ സന്തോഷമുള്ള. ഇല്ല, ഞാനിരിക്കും, ഞാൻ ഇതേ ഇരിപ്പിരിക്കും. ഒരു സാധാരണ ചെയ്യാറുണ്ട്, പക്ഷെ ഇല്ലാണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ആരോ ചോദിച്ചു എന്നോട്, പിന്നെ ഇന്നലെ എൻ്റെ ചെറിയമ്മ മരിച്ചു, അപ്പൊ അതിന്റെ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ. ഇന്നാണ് സഞ്ചയനം. അപ്പൊ എന്നോട് അവരുടെ മക്കൾ ചോദിച്ചു, രാമായണം ചൊല്ലാവോ? സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്, ഇപ്പൊ രാമായണം വായിക്കേണ്ട സമയമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ടൊരു പള്ളിയിൽ അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, ഈ സിഗരറ്റ് വലിക്കുമ്പോ പിന്നെ ഈശോനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈശോനെ പ്രാർത്ഥിക്കുമ്പോൾ സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? അതും പാടില്ല. ഏതാ പറ്റുക? സിഗരറ്റ് വലിക്കുമ്പോൾ ഈശോനെ പ്രാർത്ഥിക്കാം, പക്ഷെ ഈശോയെ പ്രാർത്ഥിക്കുമ്പോൾ സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാ. ഞാൻ പറഞ്ഞു, ഏറ്റവും ദുഃഖം ഉള്ള സമയത്താണ് രാമായണവും ഗീതയും മഹാഭാരതവും ഒക്കെ വായിക്കേണ്ടത്. മരിച്ച വീട്ടിൽ പണ്ട് വായിക്കുക എന്നുള്ള പതിവായിരുന്നു. സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫ്ലോറില് സാറ് വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കും. ശല്യം ചെയ്യാൻ ബുദ്ധിമുട്ടാ. കാരണം അങ്ങക്ക് ശല്യം ചെയ്യണം തോന്നിയാലും ഞാൻ ശല്യമായിട്ട് എടുക്കാണ്ടിരുന്ന ശല്യം ആവില്ലല്ലോ. അതുകൊണ്ട് എന്നെ ആർക്കും ശല്യം ഞാൻ പറയാൻ, എന്നെ ആർക്കും ശല്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇഷ്ടം പോലെ ഒരു ദിവസം 1000 മെസ്സേജുകളും 100 കൗൺസിലിംഗ് സെഷനാണ്. ബുദ്ധിമുട്ടും വിഷമവും സങ്കടവും കുടുംബ പ്രശ്നവും പഠിക്കാൻ പറ്റാണ്ടും ഒക്കെ ഇരിക്കുന്ന എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടാണ് കിടക്കണത്. അതുകൊണ്ടാണ് ഈ 2 മണിക്ക് ആവണത്. സ്ഥിരമായിട്ട് ചെയ്യുന്നതാ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അല്ല, വേറെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ആവശ്യമില്ല. എന്റെ മകൻ അമേരിക്കയിലാണ്, അവൻ ഓക്രിഡ്ജ് ലാബ്സിലാണ് വർക്ക് ചെയ്യണത്. മറ്റൊരാൾ അയർലൻഡിലാണ്. പിന്നെ പ്രാരബ്ധമൊന്നുമില്ല, പെൻഷൻ ഉണ്ട്, ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്, ചാപ്പാട് കഞ്ഞി മാത്രം മതി, വേറെ വലിയ ആഹാരത്തിന് ആവശ്യമില്ല, കഞ്ഞിയാണ് നമ്മൾ. എന്റെ പേരെന്നെ TP എന്നാണ്, തല്ലിപ്പൊളി ശശികുമാർ എന്നാണ്. സന്തോഷത്തോടു കൂടി വിളിക്കുമ്പോൾ വളരെ സന്തോഷം. പറഞ്ഞോളൂ. മകൻ ഓക്രിഡ്ജ് ലാബില് എന്താ ചെയ്യുന്നത്? അയാള് കെമിസ്റ്റ് ആണ്, അവിടെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഇതിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സെന്റർ. അതെ, ടെന്നസിയിലാണ് അവനുള്ളത്. അദ്ദേഹം ഇവിടെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം ദിവ്യേട്ടൻ രവി രാജ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം സാമുദ്രികോലവും ഏട്ടത്തി കോലത്തിരി ഞാൻ അനിയൻ രാജ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ, എന്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ആനന്ദ കോലത്തിരില്ല, വെള്ളോക്കനായി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയാട്ടൻ രാജ ഉണ്ടായിരുന്നു അവിടെ, എംപ്ലോയ്മെന്റ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട്. ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ. അതെ, അദ്ദേഹം യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുമ്പോ ഞാൻ അവിടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതെ, ആ ഓൾഡ് ഏജ് ഹോം നടത്തുന്ന ആ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ എന്റെ ശനിയും ഞായറും ഒക്കെ പഴയ ഈ വയസ്സായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമുള്ളതായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞാൻ നല്ല ബന്ധമായിരുന്നു, ഞാനും ചെറിയേട്ടനായിരുന്നു. വലിയ സന്തോഷം. എന്റെ നമ്പർ ഉണ്ട്, ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ കോണ്ടാക്റ്റിൽ ഉണ്ടായാൽ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം. ആനന്ദ്ജി ഒരു ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ശാന്തി മന്ത്രത്തിന് മുമ്പ് ഒരു താങ്ക് യു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് സാറിനൊരു. കുറെ മുഖങ്ങളുണ്ട് സ്ഥിരമായിട്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരില് അങ്ങേക്ക് ഞങ്ങളുടെ പ്രണാമം. ഇത്രയും രാവിലെ തന്നെ വന്ന് ഞങ്ങൾക്ക്
ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നു. സാറ് മാത്രം രാവിലെ എഴുന്നേറ്റ് ഉറക്കം പോലും ഇല്ല 4 മണി വരെ ഇരുന്നിട്ട് പിന്നെയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടും ഉറക്കം പോലും ഇല്ലാതെ വന്ന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചു പോയതിൽ ക്ഷമയെ വയ്ക്കുന്നു. എങ്കിലും ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇത്രയും 2 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു, 1.5 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇനിയും അങ്ങയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മറ്റൊരു അവസരത്തിൽ അങ്ങയുടെ കുറച്ചുകൂടെ അങ്ങ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ അങ്ങയുടെ പ്രഭാഷണം കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നവർ മാത്രമല്ല, ഷിക്കാഗോ ഗീതാമണ്ഡലം ഇതിപ്പം 49ാമത്തെ വർഷമാണ്. നിങ്ങളുടെ ഷിക്കാഗോ നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഹിന്ദു ഓർഗനൈസേഷനാണ് ഷിക്കാഗോ ഗീതാമണ്ഡലം. നിങ്ങളിവിടെ കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ആണ് പല പ്രോഗ്രാമുകളും നടക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഏതാണ്ട് ഈ കോവിഡ് ഞങ്ങൾക്ക് ഒരു വലിയ പുണ്യകാലമായിരുന്നു. ലളിതാ സഹസ്രനാമ എല്ലാ അമ്മമാരും വളരെ സുഖമായിട്ട് പഠിച്ചത് ഞങ്ങൾ ഈ കോവിഡ് കാലത്താണ്. വെർച്വലായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാ ഉത്സവങ്ങളും നിങ്ങളുടെ കേരള തനിമയോട് തന്നെ ഞങ്ങളിവിടെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. കഴിയുന്നത്ര ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്താണ് ഇന്ന് അടുത്ത തലമുറയ്ക്ക് എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട്, നമ്മളെങ്ങനെ ആഘോഷിച്ചിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനും ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഏതായാലും സാറിനെ പോലുള്ളവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഇനിയും വഴികാട്ടികളായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ആയിരത്തി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കും അങ്ങയുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്നും നല്ലത് വരട്ടെ. ഓം ശാന്തി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. വേദാന്ത വേദ്യായ മേഘശ്യാമള മൂർത്തയേ പുംസാ മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുർലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. അസാധ്യ നഗരിം ദിവ്യം അഭിഷിക്തായ സീതയാ രാജാതിരാജരാജായ രാമചന്ദ്രായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ടരീകാക്ഷോ മംഗളായ തനോഹരി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി. നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.